ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിന്റെ ഈ പതിപ്പിൽ ഏറ്റവുമധികം ജനക്കൂട്ടമെത്തിയത് നടൻ മമ്മൂട്ടിയുമായുള്ള മുഖാമുഖത്തിനാണ്. എക്സ്പോ ഹാളിലെ ബോൾറൂം ആൾക്കൂട്ടത്തെക്കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. സിനിമയും ജീവിതവും വായനയുമെല്ലാമാണ് മമ്മൂട്ടി ആ പരിപാടിയിൽ പങ്കുവച്ചത്. സദസ്സിന്റെ ചോദ്യങ്ങൾക്കും മമ്മൂട്ടി മറുപടി നൽകി. തിങ്കളാഴ്ച വൈകിട്ടാണ് മലയാളത്തിന്റെ പ്രിയതാരം പുസ്തകോത്സവ വേദിയിൽ എത്തിയത്. മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പരിപാടി നടന്ന എക്സ്പോ ഹാൾ ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഉൾക്കൊള്ളാനാവുന്നതിലും അധികം ജനങ്ങൾ എത്തിയതിനെ തുടർന്ന് ബോൾ റൂമിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കേണ്ടിയും വന്നു. ഷാർജ പുസ്തകോത്സവത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനക്കൂട്ടത്തിന് നടുവിലേക്കാണ് മമ്മൂട്ടി എത്തിയത്. സിനിമയും ജീവിതവും വായനാനുഭവങ്ങളും എല്ലാമാണ് 1 മണിക്കൂർ നീണ്ടുനിന്ന മുഖാമുഖത്തിൽ മമ്മൂട്ടി പങ്കുവച്ചത്. ഇപ്പോഴത്തെ വാക്കുകൾക്ക് നമ്മൾ വളരെ പോസിറ്റീവായ അർത്ഥമുള്ള വാക്കുകൾക്ക് നെഗറ്റീവായ അർത്ഥങ്ങളും നെഗറ്റീവായ വാക്കുകൾക്ക് പോസിറ്റീവായ അർത്ഥങ്ങളുമുണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം എന്താ പറയുക, പൊളിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നും പൊളിച്ചു കാണുന്നതല്ല. പൊളിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർലേറ്റീവ് പോസിറ്റീവാണ്. തകർത്തു എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് ഡിസ്ട്രോയിങ് എനിത്തിങ്. തകർത്തു എന്ന് പറഞ്ഞാൽ നന്നായി എന്ന്. അപ്പോൾ പ്രതിഷേധകരമായ വാക്കുകൾക്ക് അനുകൂലമായ അർത്ഥങ്ങൾ ഉണ്ടാവുകയാണ്. അത് കാലത്തിൻ്റെ മാറ്റമാണ്. അതുപോലെ എഴുത്ത് തന്നെ ഒരു പുതിയ ഭാഷ്യങ്ങളുണ്ടാക്കുന്നു, പുതിയ ഭാഷകളുണ്ടാക്കുന്നു. എഴുത്ത് നമ്മൾ പഠിക്കുന്നത് സാധാരണ എല്ലാവരും മലയാളികൾ സാക്ഷരരാണ് എന്ന അഭിമാനം കൊള്ളുന്നവരാണ്. പക്ഷേ സാക്ഷരത കൊണ്ട് മാത്രം നമുക്ക് വിദ്യാഭ്യാസം നേടാൻ സാധിക്കുകയില്ല. എഴുത്തും വായനയും അറിഞ്ഞതുകൊണ്ട് മാത്രമില്ല, വായിക്കാതെ നമുക്ക് അറിവ് നേടാൻ സാധിക്കുകയില്ല. വായന അറിവിൻ്റെ ആരംഭമല്ല അവസാനവുമല്ല എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വായന ആരംഭിക്കാനുമില്ല അവസാനിപ്പിക്കാനുമില്ല, വായന തുടരുകയാണ്. വായന തനിലെ നടനെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചുവെന്ന് മമ്മൂട്ടി വിശദീകരിച്ചു. വായന തനിലെ നടനെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് മമ്മൂട്ടി വ്യക്തമാക്കിയത്. നടനാകും മുൻപ് തന്നെ വായിക്കുന്ന കൃതികളിലെ കഥാപാത്രങ്ങളായി സ്വയം സങ്കല്പിക്കാറുണ്ടായിരുന്നു. സംഭാഷണങ്ങൾ ഉച്ചത്തിൽ വായിച്ച് റെക്കോർഡ് ചെയ്ത് കേൾക്കുമായിരുന്നുവെന്നും മമ്മൂട്ടി പറഞ്ഞു. ആദ്യകാലത്ത് ഡിറ്റക്റ്റീവ് നോവലുകളോടായിരുന്നു കമ്പം. പിന്നീട് വായന ഗൗരവത്തിലായി. ഇപ്പോഴും മമ്മൂട്ടിക്ക് പ്രിയ സാഹിത്യകാരൻ MT വാസുദേവൻ നായർ തന്നെ. ഇന്നത്തെ മമ്മൂട്ടിയിലേക്കുള്ള വളർച്ചയിൽ മഹാരാജാസ് കോളേജിലെ പഠനം വഹിച്ച പങ്കും മമ്മൂട്ടി പങ്കുവച്ചു. മഹാരാജാസിലെ പ്രഗത്ഭരായ അധ്യാപകരെയും ക്യാമ്പസ് കാലത്തെ കളിതമാശകളും മമ്മൂട്ടി ഓർത്തെടുത്തു. അപ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥിയാകുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അവിടെ 3 വർഷം ഞാൻ അവിടെ പഠിച്ചിട്ടും 3 വർഷം ലോ കോളേജിൽ പഠിച്ചിട്ടും എൻ്റെ കലാലയം മഹാരാജാസ് കോളേജ് തന്നെയായിരുന്നു എൻ്റെ പ്രവർത്തന മണ്ഡലം. പ്രവൃത്തി എന്താണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 2ാം വർഷം ഞങ്ങൾ വന്നപ്പോൾ ഈ സ്ട്രീക്കിങ്ങിൻ്റെ വാർഷികം ഏപ്രിൽ 1-ാം തീയതി ആഘോഷിച്ചു. അത് വളരെ രസകരമായിരുന്നു. വളരെ ഒരുപാട് പ്രചരണവും മാധ്യമശ്രദ്ധയും ഒക്കെ നേടിയ സ്ട്രീക്കിങ് 2ാം വാർഷികം നടത്തുമ്പോൾ അതിനേറെ മാധ്യമങ്ങളും പൊതുജനങ്ങളും ഒക്കെ പോലീസും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ തൂക്കി അകത്തിടാൻ. അത് കൃത്യം 5 മണിക്ക് അവിടെ ഒരു ബ്രോഡ്വേയിലുള്ള ഒരു കടയുടെ മുമ്പിൽ നിന്ന് ആരംഭിക്കുമെന്ന് പറഞ്ഞു. എല്ലാവരും കാത്തു നിൽക്കുന്നു. അങ്ങനെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങൾ. പോലീസ് റെഡിയാവുന്നു, ജനങ്ങൾ റെഡിയാവുന്നു, ഫോട്ടോഗ്രാഫേഴ്സ് റെഡിയാവുന്നു, പത്രമാധ്യമങ്ങൾ റെഡിയാവുന്നു. അന്ന് ടെലിവിഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരില്ല. അങ്ങനെ ഇറങ്ങുമ്പോൾ 3-4 പേര് ഈ കോണിപ്പടി ഇറങ്ങി താഴോട്ട് വരികയാണ്. പരിപൂർണ്ണ നഗ്നരാണ്. അവർ ഓടിത്തുടങ്ങുന്നു. ഓടി ഈ കാത്തു നിൽക്കുന്ന പത്രപ്രവർത്തകരുടെയും പോലീസിൻ്റെയും ജനങ്ങളുടെയും മുമ്പിലേക്ക് ഇവർ എത്തിപ്പെടുമ്പോൾ ഫോട്ടോ എടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നും ആകാതെ ഇവരെല്ലാം കണ്ണുമിഴിച്ച് നിന്നിരുന്നു. 5 വയസ്സ് താഴെയുള്ള 4 ആൺകുട്ടികളാണ് ഞങ്ങൾ ഈ ലോ കോളേജ് വിദ്യാർത്ഥികളുടെ മുന്നിലൂടെ നഗ്നരായി ഓടിയത്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. അതിനുശേഷം അന്ന് ഞങ്ങൾ പറഞ്ഞു, ഇത് ലോ കോളേജിൻ്റെ അടുത്തുള്ള ചേരിയിലെ പാവപ്പെട്ട നിർദ്ധനരായ വിദ്യാർത്ഥികളാണ്. ഉടുക്കാൻ തുണിയില്ലാത്ത ഇവരുടെ ദൈന്യമാണ് ഞങ്ങൾ ഇതിന് പ്രേരിപ്പിച്ചത്. ജനങ്ങളും ഗവൺമെൻറ്റും പത്രങ്ങളും കണ്ണു തുറന്ന് ഇവരുടെ ദൈന്യത മനസ്സിലാക്കുക എന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ എന്നാണ് അന്നത്തെ കഥ. എപ്പോഴാണ് നടനാകണം എന്ന് തോന്നിയത് എന്ന അവതാരകന്റെ ചോദ്യത്തിന് ആദ്യ സിനിമ കണ്ടിറങ്ങിയപ്പോൾ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു എന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി. ഞാനൊരു സിനിമ ആദ്യമായി കണ്ട ദിവസം ഞാൻ തീരുമാനിച്ചു, ഞാനൊരു സിനിമ എനിക്കത് ഭാഷയോ അതിൻ്റെ അർത്ഥമോ ഒന്നും അറിഞ്ഞിട്ടല്ല. പക്ഷേ എനിക്ക് ഇതുപോലെ ആകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്തും ചെയ്യാൻ തയ്യാറായി. തീയിൽ വരെ ചാടിയാണ് ഞാൻ.
1 മണിക്കൂറോളം നീണ്ട സംഭാഷണത്തിനിടയിൽ പരിസ്ഥിതി, ജൈവ കൃഷി, ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങി വിവിധ വിഷയങ്ങൾ കടന്നുപോയി. മമ്മൂട്ടിയുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് സംഘാടകർ സദസ്സിനും അവസരം നൽകി. മമ്മൂട്ടിയുടെ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്നായിരുന്നു ആദ്യ ചോദ്യം. ബൈജു, ബൈജു പറയൂ. ഇക്ക എന്ത് പുണ്യമാണ് ചെയ്തത് ഇത്രയും സൗന്ദര്യം കിട്ടാനായിട്ട് കഴിഞ്ഞ ജന്മത്തിൽ? ഞാൻ ചെയ്ത പുണ്യമല്ല, നിങ്ങളൊക്കെ ചെയ്ത പുണ്യമാണ്. മമ്മൂട്ടി അഹങ്കാരിയാണ് എന്ന പൊതുബോധം മാറ്റിയാൽ കൂടുതൽ ജനകീയനാകില്ലേ എന്ന ചോദ്യവും സദസ്സിൽ നിന്നും ഉയർന്നു. ഇതായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി. നിലവിലുള്ള സ്വഭാവത്തില് മമ്മൂക്കയുടെ അടുക്കാൻ മോഹൻലാലിന്റെ അത്ര എളുപ്പമല്ല, ഒരു ജനകീയതനല്ല എന്ന ഒരു പൊതുബോധമുണ്ട്. അതൊന്നും മാറ്റിപ്പോ വായനൊക്കെ ആളുകൾ മാറ്റാറുണ്ടെന്നുണ്ട്. ആ പൊതുബോധം മാറ്റേണ്ടത് ആരാണ്? ഞാനാണോ പൊതുബോധം വെച്ചുള്ളവരാണോ? മകൻ ദുൽഖറിനൊപ്പമുള്ള മമ്മൂക്കയുടെ ചിത്രം എപ്പോൾ സംഭവിക്കും എന്ന ചോദ്യം നിറഞ്ഞ കരഘോഷത്തോടു കൂടിയാണ് എക്സ്പോ ഹാൾ സ്വീകരിച്ചത്. ദുൽഖറിനൊപ്പമുള്ള ചിത്രത്തിനായി താനും കാത്തിരിക്കുന്നു എന്നായിരുന്നു ആ ചോദ്യത്തിന് മമ്മൂട്ടിയുടെ മറുപടി. ഇപ്പൊ സാറിന്റെ മോനും ദുൽഖർ സൽമാനും നമ്മുടെയൊക്കെ ഒരു ഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓരോ മലയാളിയും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാറിനോട് ചോദിക്കുകയാണ്, എന്നാണ് സാറും ദുൽഖറും കൂടി ഒരു മൂവി ഞങ്ങൾക്ക് കാണാൻ പറ്റുക എന്നാണെന്നാണ് ഞാനും ആലോചിക്കുന്നത്. പുസ്തകോത്സവം സംഘടിപ്പിക്കുന്ന ഷാർജ ഭരണാധികാരിക്കും ഒരു നടൻ എന്നതിനപ്പുറം ഒരു വായനക്കാരനായി കണ്ടുതന്നെ പുസ്തകോത്സവത്തിലേക്ക് ക്ഷണിച്ച സംഘാടകർക്കും മമ്മൂട്ടി നന്ദി പറയാനും മറന്നില്ല. നിരവധി സ്വദേശി പൗരന്മാരും മമ്മൂട്ടിയുടെ പരിപാടിക്കായി എത്തിയിരുന്നു. മമ്മൂട്ടി നിരവധി പരിപാടികൾക്കായി UAEയിൽ എത്താറുണ്ട് എങ്കിലും തീർത്തും വേറിട്ടതായിരുന്നു ഷാർജ പുസ്തകോത്സവത്തിൽ നടന്ന ആ മുഖാമുഖം. അക്ഷരങ്ങൾ അഗ്നിയാണ്, അതുകൊണ്ടാണ് അത് ആളിപ്പടരുന്നത്. നമുക്കിടയിലെ പുസ്തകമേളകളും വളരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ തലമുറകളും വായിച്ചു വളരണം. വായിച്ചാൽ വളരും, വായിച്ചില്ലേൽ വളയും എന്ന കുഞ്ഞിനു മാഷിൻ്റെ കവിത അന്വർത്ഥമാക്കുന്നത് പോലെ നമ്മുടെ വായനയും വളരട്ടെ. എല്ലാ വായനക്കാർക്കും എഴുത്തുകാർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ആഴ്ചയിൽ അറേബ്യൻ സുറിച്ച് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റു വിശേഷങ്ങളും കാഴ്ചകളും നിരവധിയുണ്ട്. കാരണം ഗൾഫ് നാടുകളിൽ തണുപ്പായി കഴിഞ്ഞു. ഈ തണുപ്പ് കാലത്താണ് നമ്മളെ ഒരുപാട് കഥകളും കാഴ്ചകളും സ്വീകരിക്കുന്നതും ആനയിക്കുന്നതും. അത്തരം കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും മടങ്ങിയെത്താം. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.